ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വായനാദിന ക്വിസിന്റെ 7ാമത്തെ ക്ലാസ് ആണ്. ഇതിനു മുന്നേ നമ്മൾ 6 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമന്റുകൾ കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. വായനാദിന ക്വിസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇതിനു മുന്നേ നമ്മൾ 120 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂവേഷൻ ആണ് 121ാമത്തെ ചോദ്യം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷമേത്? മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം 2013. സുഭദ്ര ഏത് നോവലിലെ കഥാപാത്രമാണ്? സുഭദ്ര ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ നമ്മൾ പഠിച്ചതാണ്, ചരിത്ര നോവലാണ് അല്ലേ? ലക്ഷണമൊത്ത ആദ്യത്തെ മലയാളത്തിലെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. CV രാമൻ പിള്ള രചിച്ചു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ സുഭദ്ര ഏത് നോവലിലെ കഥാപാത്രമാണ്? മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രമാണ്. ഇനി മലയാളത്തിലെ ആദ്യ പത്രം? ഉത്തരം രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യ പത്രം ഏതാണ്? രാജ്യസമാചാരം. 124ാമത്തെ ചോദ്യം. മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഏതാണ്? മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവലാണ് ബാല്യകാല സഖി. ബാല്യകാല സഖി. അടുത്ത ചോദ്യം. ലോകത്തിലെ ആദ്യ സയൻസ് ഫിക്ഷൻ നോവൽ ഏതാണ്? ലോകത്തിലെ ആദ്യ സയൻസ് ഫിക്ഷൻ നോവൽ? ഉത്തരം ഫ്രാങ്കൻസ്റ്റീൻ. എന്താണ്? ഫ്രാങ്കൻസ്റ്റീൻ ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവൽ. 126ാമത്തെ ചോദ്യം. നൈനിറ്റാൾ പശ്ചാത്തലമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത്? നൈനിറ്റാൾ പശ്ചാത്തലമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവലാണ് മഞ്ഞ്. 127ാമത്തെ ചോദ്യം. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം ഏത്? ഉത്തരം 1991. 1991ലാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത്. 128ാമത്തെ ചോദ്യം. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരെയാണ്. 129ാമത്തെ ചോദ്യം. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആര്? കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അടുത്ത ചോദ്യം. ബൈബിൾ കഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യമാണ് മഗ്ദലന മറിയം. മഗ്ദലന മറിയമാണ് ബൈബിൾ കഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യം. 131ാമത്തെ ചോദ്യം. അഗ്നിച്ചിറകുകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? അഗ്നിച്ചിറകുകൾ ആരുടേതാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി P കേശവദേവ് രചിച്ച നോവൽ? ഉത്തരം ഭ്രാന്താലയം. ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി P കേശവദേവ് രചിച്ച നോവലാണ് ഭ്രാന്താലയം. നെക്സ്റ്റ് ചോദ്യം. ചെമ്മീൻ എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. തകഴി ശിവശങ്കരപിള്ളയാണ് ചെമ്മീൻ എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ്. 134ാമത്തെ ചോദ്യം. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് ആര്? സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് PK നാരായണപിള്ളയാണ്. PK നാരായണപിള്ളയാണ് സാഹിത്യ പഞ്ചാനനൻ എന്ന് അറിയപ്പെടുന്നത്. 135ാമത്തെ ചോദ്യം. ആയുസ്സിന്റെ പുസ്തകം എന്ന നോവലിന്റെ രചയിതാവ്? ആയുസ്സിന്റെ പുസ്തകം എന്ന നോവലിന്റെ രചയിതാവ് CV ബാലകൃഷ്ണൻ. 136ാമത്തെ ചോദ്യം. പാണ്ഡവപുരം എന്ന നോവലിന്റെ രചയിതാവ് ആര്? സേതു. പാണ്ഡവപുരം എന്ന നോവലിന്റെ രചയിതാവ് സേതു ആണ്. 137. കാളക്കുട്ടി കഥാപാത്രമാകുന്ന മാണിക്യൻ എന്ന കഥ എഴുതിയതാര്? ഒരു കാളക്കുട്ടി കഥാപാത്രമാകുന്ന മാണിക്യൻ എന്ന കഥ എഴുതിയത് ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനമാണ് കാളക്കുട്ടി കഥാപാത്രമാകുന്ന മാണിക്യൻ എന്ന കഥ എഴുതിയത്.
138ാമത്തെ ചോദ്യം, നായ കഥാപാത്രമാകുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ രചയിതാവ് തകഴിയാണ്. തകഴി ശിവശങ്കരപിള്ള. നായ കഥാപാത്രമാകുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ രചയിതാവ് തകഴി ശിവശങ്കരപിള്ള. 139ാമത്തെ ചോദ്യം, കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കവിത രചിച്ചത് ആര്? ഉജ്ജയിനി എന്ന കവിത രചിച്ചത് ONV കുറുപ്പാണ്. കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കവിത രചിച്ചത് ONV കുറുപ്പ്. ലാസ്റ്റ് ചോദ്യം, ഇന്നത്തെ ക്ലാസ്സിലെ നാണി ടീച്ചർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? നാണി ടീച്ചർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മുത്തശ്ശി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.